السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, സത്യവിശ്വാസികളെ, ഈ ലോകത്ത് ഒരു സത്യവിശ്വാസിയുടെ ഏറ്റവും വലിയ ആഗ്രഹം മുസ്ലിമായ നിലക്ക് ജീവിച്ച് അതേ രൂപത്തിൽ തന്നെ മുസ്ലിമായി കൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറയാൻ സാധിക്കണം എന്നതാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും ആ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിശ്വാസികളായ ആളുകൾ, മുനാഫിഖുകളായ ആളുകൾ, അവരുടെ അന്ത്യം വളരെയേറെ ശോചനീയമായിരിക്കുമെന്നും അതിലേക്ക് എത്തിച്ചേർത്തത് അവരുടെ വിശ്വാസത്തിലെ അപാകതകളാണെന്നും അതുപോലെ തന്നെ സൽക്കർമ്മങ്ങളുടെ രംഗത്തുള്ള വീഴ്ചകളാണെന്നും കഴിഞ്ഞ നമ്മുടെ അവസരത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. നമുക്ക് ഏറ്റവും വലിയ ആഗ്രഹം നമ്മുടെ അന്ത്യം മോശമാകാതിരിക്കണം, ശുഭകരമായ ഒരു അന്ത്യമുണ്ടാകണം, സ്വർഗത്തിൽ പ്രവേശിക്കണം, നരകത്തിൽ എത്തിപ്പെടാൻ അവസരം ഉണ്ടായിക്കൂടാ. എല്ലാവരും ഒരാളുടെ മരണത്തിന്റെ നേരത്ത് അവന്റെ ബന്ധുക്കളൊക്കെ ചുറ്റുഭാഗത്തും കൂടി നിൽക്കുന്ന സന്ദർഭത്തിൽ അവന്റെ ഉറ്റവരും ഉടയവരുമൊക്കെ അവന്റെ മരണം കണ്ട്, അല്ലെങ്കിൽ അവന്റെ മരണത്തിന്റെ നേരത്ത് വളരെയേറെ സന്താപത്തിലും വിഷമത്തിലും കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ടുമൊക്കെ ചുറ്റും കൂടി നിൽക്കുന്ന നേരത്ത് സന്തോഷത്തോടുകൂടി ആനന്ദത്തോടുകൂടി മരിക്കാൻ സത്യവിശ്വാസിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. നമ്മളെല്ലാവരും ജനിക്കുന്ന അവസരത്തിൽ ഒരു കുഞ്ഞ് ജനിച്ചു എന്ന വാർത്ത കേൾക്കുമ്പോൾ ബന്ധപ്പെട്ട ആളുകളൊക്കെ വളരെയേറെ സന്തോഷിക്കാറുണ്ട്, ആനന്ദിക്കാറുണ്ട്. പക്ഷേ ഈ കുഞ്ഞ് കരഞ്ഞുകൊണ്ടാണ് ജനിക്കുന്നത്. കുഞ്ഞു കരയുകയും പരിസരത്തുള്ളവർ ചിരിക്കുകയും ആനന്ദത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്ന നേരമാണ് ജനനം. അതേ അവസരത്തിൽ മരണം നേരെ മറിച്ചായിരിക്കണം. ചുറ്റുഭാഗത്തുള്ളവർ കരയുകയും ചുറ്റുഭാഗത്തുള്ളവർക്ക് വിഷമം അനുഭവിക്കുകയും ചുറ്റുഭാഗത്തുള്ളവർ സന്താപത്തിലകപ്പെടുകയും ചെയ്യുമ്പോൾ മരണത്തിലേക്ക് നീങ്ങുന്ന, മരിച്ചു പോകുന്ന മനുഷ്യൻ അവന് ചിരിക്കാനാവണം, അവന്റെ മനസ്സിൽ സമാധാനമുണ്ടാകണം, അവന്റെ മനസ്സിന് ശാന്തി ഉണ്ടാകണം,
അവന്റെ മനസ്സിന് ഏറെ സന്തോഷകരമായ രംഗങ്ങൾ കാണാൻ അവസരമുണ്ടാകണം. അതിന് പ്രിയപ്പെട്ടവരെ യഥാർത്ഥമായ നിലക്കുള്ള വിശ്വാസത്തിലൂടെ കർമ്മങ്ങളിലൂടെ അല്ലാതെ സാധ്യമല്ല. ഒരു കവി ഈ കാര്യം വളരെ കൃത്യമായി മനുഷ്യന്റെ മനസ്സിനെ ഓർമ്മപ്പെടുത്തുന്ന നിലക്ക് സൂചിപ്പിച്ചിട്ടുണ്ട്. വലദത്ക ഉമ്മുക ഇബ്ന ആദമ ബാക്കിയാ വന്നാസു ഹൗലക യദ്ഹഖൂന സുറൂറാ فاجهد لنفسك أن تكون إذا بكوا في حال موتك ضحكا مسرورا. ഓ മനുഷ്യ, നിന്റെ ഉമ്മ നിന്നെ പ്രസവിച്ചപ്പോ നിന്റെ ചുറ്റുഭാഗത്തുള്ള ആളുകൾ ആ നിലക്ക് വലിയ സന്തോഷത്തിലായിരുന്നു. നീ കരയുകയുമായിരുന്നു. കരഞ്ഞുകൊണ്ടാണ് നീ ജനിച്ചത്. നിന്റെ ചുറ്റുഭാഗത്ത് കൂടി നിൽക്കുന്നവരൊക്കെയും സന്തോഷം കൊണ്ട് ചിരിച്ചവരും അതുപോലെ തന്നെ ആനന്ദത്തിലേർപ്പെട്ടവരുമാണ്. അതേ മനുഷ്യ, നീ നിന്റെ അവസാനത്തെ പറ്റി നീ ഓർക്കണം. അതുകൊണ്ട് ഫജ്ഹദ് ലിനഫ്സിക, നീ നിന്റെ ആത്മാവിന് വേണ്ടി, നീ നിന്റെ ശരീരത്തിന് വേണ്ടി നന്നായി പണിയെടുത്തോ. നീ നിന്റെ സൽക്കർമ്മങ്ങളെ നന്നാക്കി നിലനിർത്തിക്കോ. നിന്റെ വിശ്വാസത്തെ സുദൃഢമാക്കിക്കോ. നിന്റെ ഓരോ പ്രവർത്തനങ്ങളെയും നീ മരിക്കാനുള്ള ഒരുക്കമായിട്ട് മരണത്തിന്റെ മുമ്പേ നീ വലിയ രൂപത്തിലുള്ള പ്രത്യേകമായ നിലക്കുള്ള ത്യാഗം നീ അനുഭവിച്ചോളൂ. കാരണം നീ എന്തിനു വേണ്ടിയാണ് ത്യാഗം അനുഭവിക്കേണ്ടത്? അൻതകൂന ഇദാ ബകവോ, നിന്റെ ചുറ്റുഭാഗത്തും കൂടി നിൽക്കുന്നവരൊക്കെ നിന്റെ വേർപാടിന്റെ ദുഃഖം കൊണ്ട് സങ്കടപ്പെടുകയും കരയുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഫി ഹാലി മൗതിക ضحكا مسرورا, നിനക്ക് സന്തോഷത്തോടുകൂടി ആനന്ദത്തോടുകൂടി ലോകത്തിൽ നിന്ന് വിട പറയാൻ അതിനു വേണ്ടി നീ നന്നായി അധ്വാനിച്ചോ. അതിനു വേണ്ടി നീ നന്നായി പണിയെടുത്തോ. ഇതാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് നമ്മുടെ മനസ്സിനോട് എപ്പോഴും പറയാനുള്ളത്. നമുക്ക് ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോ നമ്മുടെ മരണം നന്നാകണം എന്ന ബോധമാണ് ഏതവസരത്തിലും ഉണ്ടാകേണ്ടത്. ആ നിലക്ക് നമുക്ക് സ്വർഗത്തിൽ എത്തിച്ചേരാൻ നമ്മുടെ വിശ്വാസത്തിന്റെ ദൃഢീകരണത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്ന ഒട്ടേറെ ദിക്റുകളുണ്ടല്ലോ. ആ കൂട്ടത്തിൽ പ്രിയപ്പെട്ടവരെ ഇന്നും പലരും ശ്രദ്ധിക്കാതെ പോകുന്ന, പലരും മനസ്സിലാക്കിയിട്ടില്ലാത്ത, കേട്ടവർ തന്നെയും പലപ്പോഴും പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാൻ മെനക്കെട്ടിട്ടില്ലാത്ത സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് പറയുന്ന മഹാപ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ സംബന്ധിച്ച് പറഞ്ഞതെന്താണ്? ഞാനത് സുദീർഘമായി വിശദീകരിക്കാൻ തയ്യാറാകുന്നില്ല ഇപ്പോൾ. കാരണം പല സന്ദർഭങ്ങളിലൂടെ ഈ വേദിയിൽ വെച്ചും പല സ്ഥലങ്ങളിൽ വെച്ചും എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ കേൾപ്പിച്ചതാണത്. ഇസ്തിഗ്ഫാറിന്റെ നേതാവെന്നറിയപ്പെടുന്ന, അല്ലാഹുവേ പുറത്തു തരണേ എന്ന് അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ ചോദിക്കുന്ന, മഗ്ഫിറത്തിനെ തേടുന്ന ദുആയുടെ ഏറ്റവും നേതാവായ ദുആയാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തി തന്നിട്ടുള്ള ആ പ്രാർത്ഥന. اللهم أنت ربي لا إله إلا أنت خلقتني എന്ന് തുടങ്ങിയിട്ട് കുറെ കാര്യങ്ങൾ ഇങ്ങനെ അല്ലാഹുവിന്റെ മുമ്പിൽ പറഞ്ഞിട്ട് فإنه لا يغفر الذنوب إلا أنت എന്നവസാനിക്കുന്ന അല്പം സുദീർഘമായ ഒരു പ്രാർത്ഥനയാണത്. ഒരു 3-4 വരികളാണ് ആ പ്രാർത്ഥനക്കുള്ളത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദുആ അങ്ങ് പഠിപ്പിച്ചു തന്നിട്ട് അവിടുന്ന് ഒരു കാര്യം പറഞ്ഞത് നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണ്ടാകണം. ഈ ദുആ എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മൻ ഖാലഹാ, ഈ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊരാൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, ഏത് നിലക്ക്? കേവലം ഒരു അധര വ്യായാമം എന്ന നിലക്കല്ല, കേവലം ചില പദങ്ങൾ ഉരുവിടുന്നു എന്ന നിലക്കല്ല, മനസ്സാന്നിധ്യത്തോടുകൂടി മൂഖിനൻ, വളരെ ദൃഢമായി അതിൽ പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ച് ഞാൻ ജീവിക്കാൻ തയ്യാറാണെന്ന ആ ദൃഢമായ വിശ്വാസത്തോടുകൂടി ആരെങ്കിലും ഫിന്നഹാർ, പകൽ സമയത്ത് ആരെങ്കിലും അത് പറയാൻ തയ്യാറാണെങ്കിൽ, എന്നിട്ട് ആ മനുഷ്യൻ മസാ ആകുന്നതിന്റെ മുമ്പ്, വൈകുന്നേരമാകുന്നതിന്റെ മുമ്പ് അയാൾ മരണപ്പെടുകയാണെങ്കിൽ
ഫഹുവ മിൻ അഹ്ലിൽ ജന്ന, അവൻ സ്വർഗ്ഗക്കാരനാണ്, അവൻ സ്വർഗ്ഗാവകാശിയാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. എന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇതൊരാൾ രാത്രിയിലാണ് പറയുന്നതെങ്കിലോ, രാത്രിയിലും പറയുമ്പോൾ മൂഖിനൻ, ദൃഢമായ വിശ്വാസത്തോടെ അത് മനസ്സറിഞ്ഞ്